എല്ലാവർക്കും നമസ്കാരം. ലിബർ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ ഫോണിനെ എതിർക്കുന്നവർക്ക് നേരം വെളുത്തിട്ടില്ല എന്നാണ് കെ ഫോണിൻ്റെ അനുകൂലികൾ പറയുന്നത്. അത് വളരെ നിഷ്കളങ്കമായി നോക്കിയാൽ ശരിയായ പ്രസ്താവനയാണ്. എതിർക്കുന്നവർ വളരെ വളരെ പിന്നിലാണ്, വല്ലാണ്ട് പഴഞ്ചന്മാരാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ വാടകയ്ക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുക? നമുക്ക് സ്വന്തമായി ഇൻ്റർനെറ്റ് സംവിധാനം ഉണ്ടെങ്കിൽ പിന്നെ ഈ വാടക കൊടുക്കണ്ടല്ലോ. നമുക്കിഷ്ടമുള്ള താരിഫ് നിശ്ചയിച്ച് പാവങ്ങൾക്ക് വെറുതെ കൊടുത്ത് സർക്കാർ ഓഫീസുകളെ മുഴുവൻ ബന്ധിപ്പിച്ച് അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് കൈകാര്യം ചെയ്യണമെങ്കിൽ സ്വന്തമായ ഒരു ഏർപ്പാട് വേണം. അതാണ് കെ ഫോൺ. നമുക്ക് നമ്മുടെ നാട്ടുപുറത്തേക്ക് വരാം. ഗൾഫിൽ നിൽക്കുമ്പോൾ നല്ല ഗതി ഉണ്ടായിരുന്നു ദിവാകരന്. NRI അക്കൗണ്ടിൽ നല്ല ഇടപാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതിനാൽ 3000 സ്ക്വയർ ഫീറ്റ് വീടിന് 31 ലക്ഷം രൂപയാണ് ബാങ്ക് ലോൺ കൊടുത്തത്. മാസം 29,000 രൂപ അടവ്. കോവിഡ് വന്ന കാലത്ത് വൈറസിനെ പേടിച്ച് ദിവാകരൻ വീട്ടിലേക്ക് പോന്നു. അതോടെ നാട്ടിൽ സ്റ്റിക്കായി. ലോണിൻ്റെ EMI അടയ്ക്കാൻ പ്രയാസമായി. പുതിയ ലോൺ എടുത്ത് പഴയ ലോൺ അടയ്ക്കുന്ന അവസ്ഥയായി. ഈ സമയത്താണ് ശിവശങ്കരൻ എന്ന സുഹൃത്ത് ദിവാകരൻ്റെ അടുത്തേക്ക് വരുന്നത്. പുള്ളി ഹോം തിയേറ്ററിനെ പറ്റി പറഞ്ഞു. വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ഇപ്പോൾ 2 റൂമുകൾ വെറുതെ കിടക്കുകയല്ലേ, അവിടെ ഒരു റൂമിൽ ഹോം തിയേറ്റർ സ്ഥാപിക്കാം എന്നാണ് ശിവശങ്കരൻ ഉപദേശിച്ചത്. ദിവാകരൻ എന്തായാലും ഹോം ലോൺ ഉണ്ട്, അതുമേലൊരു 10 ലക്ഷം കൂടി ടോപ്പപ്പ് എടുക്കാം. ഒരു സിനിമ നമ്മൾ വൃത്തിയിൽ കാണണമെങ്കിൽ 16 കിലോമീറ്റർ കാർ ഓടിച്ച് ശോഭ സിറ്റിയിൽ ചെന്നാൽ അവിടെ പാർക്ക് ചെയ്യാൻ 20 രൂപ കൊടുക്കണം. അതുപോലെ ഓടി ലിഫ്റ്റിൽ വലിഞ്ഞു കയറി തിയേറ്ററിൽ എത്തിപ്പറ്റുന്നതിന് പിന്നെ വേറൊരു 15 മിനിറ്റ് എടുക്കും. പിന്നെ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് 20 മിനിറ്റ് അവരുടെ പരസ്യം, ഇൻ്റർവെല്ലിന് വേറെ പരസ്യം. നമ്മൾ ഇൻ്റർവെല്ലിൽ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചാൽ 80 രൂപ മിനിമം കൊടുക്കണം. വീട്ടുകാർക്ക് എല്ലാവർക്കും ചായ കുടിക്കാൻ 240 രൂപ വരും. ചോളാപ്പിരിക്ക് വേറെ, സിനിമ ടിക്കറ്റും പെട്രോൾ ചെലവും കൂടി കൂട്ടിയാൽ മൊത്തം 2500 രൂപ. ദിവാകര, നമ്മൾ വീട്ടിൽ സ്വന്തമായി തിയേറ്റർ വെച്ചാൽ ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള സിനിമ കാണാം. ഒരു മാസം 15 സിനിമ നമ്മൾ കാണുന്നു എന്ന് കരുതുക. എത്രയാ ലാഭം? 2500 രൂപ ഇൻറ്റു 15, 37,500 രൂപ ലാഭം. ചിലവെത്രയാ? വെറും 10 ലക്ഷം രൂപ. സുഹൃത്തുക്കളെ, ഈ കഥയിൽ ശിവശങ്കരൻ്റെ വാക്ക് കേട്ട് ദിവാകരൻ വീട്ടിൽ തിയേറ്റർ വയ്ക്കുകയാണ്. എന്നാൽ അത് കഥയിൽ മാത്രമാണ്. ഒരു ശരാശരി ഗൾഫ് റിട്ടേൺഡ് മലയാളി ഇതൊരിക്കലും ചെയ്യില്ല. അയാൾക്കറിയാം കടം വീട്ടാൻ കടം എടുക്കുന്ന ഒരു കാലത്ത് പുതിയ കടം എടുക്കരുത് എന്ന്. ശിവശങ്കരൻ്റെ ഉപദേശം കേരളത്തിലെ ഒരു ദിവാകരനും എടുക്കില്ല. ശിവശങ്കരനോട് പോയി പണി നോക്കാൻ പറയും. എന്നാൽ ഈ ദിവാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണെങ്കിൽ ഈ ഉപദേശം കേട്ടിരിക്കും, നടപ്പിൽ വരുത്തുകയും ചെയ്തിരിക്കും. കാരണം ദിവാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സിംഹാസനമേറുന്ന കാലത്ത് തന്നെ കടം 1.60 ലക്ഷം കോടി ഉണ്ടായിരുന്നു. ദിവാകരൻ്റെ വിവരം വെച്ച് എത്ര കഷ്ടപ്പെട്ടാലും ആ കടത്തിൽ 1 രൂപ കുറവ് വരുത്താൻ പറ്റില്ല. കാരണം കാലാകാലമായി മാറി വരുന്ന മുഖ്യമന്ത്രിമാർ 5 കൊല്ലം കൊണ്ട് ഇരട്ടി കടമാക്കാറാണ് പതിവ്. ആ പതിവ് തെറ്റിക്കാതിരിക്കുകയും കടം കൂട്ടുകയുമാണ് നാട്ടിലെ ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. ദിവാകരൻ മുഖ്യമന്ത്രിയായാലും അത് തന്നെ ചെയ്യും. അതായത് ഒരു വ്യക്തി കുടുംബനാഥനായിരിക്കുമ്പോൾ ചെയ്യുന്നതിൻ്റെ വിപരീതമായ കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ചെയ്യുക. കുടുംബനാഥനായിരിക്കുമ്പോൾ വീടിൻ്റെ കടം വീട്ടാൻ നോക്കും, രാജ്യനാഥനായാൽ ഉള്ള കടം ഇരട്ടിയാക്കും. രാജ്യനാഥൻ്റെ കുടുംബ താല്പര്യത്തിന് ഇതാണ് നല്ലത്. കൂടുതൽ കടമെടുക്കുകയാണ് അതിന് ഏറ്റവും നല്ലത്. അതിനുള്ള പദ്ധതികൾ കൊണ്ടുവരുന്ന ശിവശങ്കരന്മാരാണ് എന്നും ഒരു ഭരണാധികാരിയുടെ കൂട്ടുകാർ. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഭദ്രമാണെന്ന് ഉറപ്പാക്കുന്ന ധന ഉത്തരവാദിത്ത നിയമമുണ്ട് ഇന്ത്യയിൽ അതിനെ FRBM ആക്ട് എന്നാണ് പറയുക. അവർ പറയുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ കടബാധ്യത സംസ്ഥാന മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ, അതായത് GSDPയുടെ 29% കവിയരുത് എന്നാണ്. കേരളം അതൊക്കെ കവിഞ്ഞ് 39.1% കഴിഞ്ഞു. കേരളത്തിൻ്റെ പൊതുക്കടം ഇപ്പോൾ 3.90 ലക്ഷം കോടിയായി. അതായത് 5 കൊല്ലം കൊണ്ട് ഇരട്ടിപ്പിക്കുക എന്ന ആചാരം ബഹുവിശേഷമായി ചെയ്തിട്ടുണ്ട്. 2016 1.60 ലക്ഷം കോടിയായിരുന്നു. 2021 ദിവാകരനത് 3.20 കോടിയാക്കിയാൽ ഇരട്ടിയാകുമായിരുന്നു. പക്ഷേ ദിവാകരൻ്റെ ഉള്ളിൽ ഒരു പാച്ചാളം വാസി കയറി. പാച്ചാളം വാസിക്ക് നവരസങ്ങൾ മാത്രമല്ല അറിയുക, സ്വന്തമായി ചില ഭാവങ്ങൾ കൂടി കയ്യിൽ നിന്നിടും. അങ്ങനെയാണ് കടം 3.90 കോടിയാക്കി ഉയർത്തിയത്. ദിവാകരൻ ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ ലോൺ എടുക്കുന്നതിനൊരു രീതിയുണ്ട്.
വീട്ടിലുള്ളവരുടെ മൊത്തം വരുമാനത്തിൻ്റെ 50%, അതിൽ കുറവോ തിരിച്ചടവ് വരുന്ന രീതിയിലായിരിക്കും ലോൺ എടുക്കുക. ബാങ്കുകാർ ഇതിനെ റീപേയിങ് കപ്പാസിറ്റി എന്ന് പറയും. തിരിച്ചടയ്ക്കാനുള്ള പാങ്ങ് നോക്കിയിട്ട് ബാങ്ക് ലോൺ കൊടുക്കൂ. അത് നോക്കിയേ ദിവാകരൻ ലോൺ എടുക്കുകയും ചെയ്യുകയുള്ളൂ. എന്നാൽ ദിവാകരൻ മുഖ്യമന്ത്രിയാകുമ്പോൾ കഥ മാറുകയാണ്. ഈ പരിധി നോക്കാൻ തോന്നുകയേ ഇല്ല. നമ്മൾ മുമ്പ് പറഞ്ഞ FRBM നിയമമൊക്കെ ഉണ്ടെന്ന് അവർക്കറിയാതെയല്ല. ആര് പാലിക്കുന്നു? പാവങ്ങൾ ഇൻ്റർനെറ്റ് കിട്ടാൻ വേണ്ടി കരയുമ്പോൾ അത് കാണാതിരിക്കാൻ ദിവാകരനാകില്ല. കേരളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ എന്തു വലിയ പ്രൊജക്റ്റ് കൊണ്ടുവരണമെങ്കിലും പാവങ്ങളെ മുന്നിൽ നിർത്തണം. ഇത് പാലസ്തീനിലെ ഹമാസ് തീവ്രവാദികളും ചെയ്യാറുണ്ട്. അവർ തീവ്രവാദ പ്രവർത്തനം നടത്താൻ പോകുമ്പോൾ മുന്നിൽ സ്ത്രീകളെയും കുട്ടികളെയും ഇങ്ങനെ നിർത്തും. എതിരാളിയെ മാനസികമായി തകർക്കുക, അതിനിടയിൽ വേണ്ട സ്ഥലത്ത് ബോംബ് പൊട്ടിക്കുക. അതുപോലുള്ളൊരു ഹ്യൂമൻ ഷീൽഡാണ് രാഷ്ട്രീയക്കാർക്ക് ഇന്ത്യയിലെ പാവങ്ങൾ. ഇനി നമുക്ക് കേരളത്തിലെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയെ പറ്റി അല്ലെങ്കിൽ അതിൻ്റെ പെനിട്രേഷനെ പറ്റിയൊക്കെ കുറച്ച് നേരം സംസാരിക്കാം. കെ ഫോൺ അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ കേരളം ഒപ്റ്റിക് ഫൈബറുകളാൽ കണക്റ്റഡ് ആണ്. ഇന്ത്യയിൽ 1996-ലോ 97-ലോ VSNL എന്ന കമ്പനിയാണ് ആദ്യമായി ഒപ്റ്റിക് ഫൈബർ ഇടുന്നത്. ഇപ്പോൾ ആ കമ്പനി ടാറ്റയുടെ കയ്യിലാണ്. ഇൻ്റർനെറ്റ് സർവീസിൽ 3 ടയറുകളുണ്ട്. ടയർ 1, ടയർ 2, ടയർ 3. ടയർ 1 എന്ന കമ്പനിയാണ് ഈ കാര്യത്തിൽ ഭീമന്മാർ. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ അടിയിലൂടെ കേബിൾ വലിക്കുന്നവരാണവർ. ടാറ്റ കമ്പനി ടയർ 1 ആണ്. ടയർ 2 അവർക്ക് താഴെ റീജിയണൽ ആയി പ്രവർത്തിക്കുന്നവരാണ്. ടയർ 3 നമ്മുടെ വീട്ടിൽ ഇൻ്റർനെറ്റ് എത്തിക്കുന്നവരാണ്. ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു പേരുണ്ട്, ബ്രിജേന്ദ്ര കുമാർ സിംഘാൾ. പഞ്ചാബിയായിരുന്നു. ടെലകോം മാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ വിളിപ്പേര്. കഴിഞ്ഞ വർഷം മരിച്ചു. അദ്ദേഹത്തെ ആരോർത്തു? മനുഷ്യർക്ക് ഓർമ്മ ഇത്രക്കേ ഉള്ളൂ. മണ്ണിനടിയിലൂടെ പോകുന്ന VSNL കേബിളിൻ്റെ അടയാളം രേഖപ്പെടുത്താൻ ബോർഡുകൾ വയ്ക്കും. ആ ബോർഡ് ഇപ്പോഴും കേരളത്തിൽ കാണാം. പിന്നീട് മൊബൈൽ ഫോൺ വന്നു. അതിൻ്റെ സംപ്രേഷണത്തിനായി പല സ്വകാര്യ കമ്പനികൾ ഇവിടെ ഭൂമിക്ക് അടിയിലൂടെ ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ വലിച്ചു. എന്നാൽ ഭൂമിക്ക് മുകളിലൂടെ, അതായത് ഓവർ ഹെഡ് ഫൈബർ ഒപ്റ്റിക് കേബിൾ വലിക്കുന്നത് 24 കൊല്ലം മുമ്പാണ്. കേരളത്തിലെ ലോക്കൽ കേബിൾ TV ഓപ്പറേറ്റർമാരാണ് ആ വിപ്ലവം ചെയ്തത്. കേരളത്തിൽ ആദ്യമായി പൊൻകുന്നത്ത് നിന്ന് കാഞ്ഞിരപ്പള്ളി വരെ 6 കിലോമീറ്റർ ഫൈബർ പരീക്ഷണാടിസ്ഥാനത്തിൽ വലിച്ചു. ഒരു പ്രാദേശിക കേബിൾ TV ഓപ്പറേറ്ററായ അനിൽകുമാറാണ് ആ പരീക്ഷണം നടത്തിയത്. ആ പരീക്ഷണം വിജയിച്ചതോടെ കേരളത്തിലെ പ്രാദേശിക കേബിൾ TV ഓപ്പറേറ്റർമാർ തലങ്ങും വിലങ്ങും ഫൈബർ കേബിൾ വലിച്ചു. ഇപ്പോൾ KSEB പോസ്റ്റുകളിൽ ചിലന്തി കൂട് കെട്ടിയ പോലെ കേബിൾ കിടക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റി തീർത്തത് ഈ കേബിൾ ഓപ്പറേറ്റർമാരാണ്. അവർ 24 കൊല്ലം മുമ്പ് ഒപ്റ്റിക് ഫൈബറിലൂടെ അവർ കടത്തിവിട്ടത് ഉപഗ്രഹ ചാനലുകളാണ്. എന്നാൽ ഇൻ്റർനെറ്റ് കൊടുക്കേണ്ടി വന്നപ്പോൾ ആ ഫൈബറുകൾ ബ്രോഡ്ബാൻഡ് കണക്ഷന് വേണ്ടി ഓരോ വീടിൻ്റെയും ഉമ്മർത്തെത്തി. അങ്ങനെയാണ് ഇക്കഴിഞ്ഞ കോവിഡ് കാലത്ത് കുറേ പേരുടെ ജോലി സംരക്ഷിക്കപ്പെട്ടത്. ബാംഗ്ലൂരിൽ നിന്നും ഡൽഹിയിൽ നിന്നും വിദേശങ്ങളിൽ നിന്ന് വന്ന പ്രവാസികൾക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ വേഗതയുള്ള ഡാറ്റ കൊടുത്തത് ഈ പ്രാദേശിക ഓപ്പറേറ്റർമാരാണ്. നഗരത്തിൽ മാത്രമല്ല, ഗ്രാമാന്തരങ്ങളിലാണ് അവരുടെ നെറ്റ്വർക്ക് പരന്നു കിടക്കുന്നത്. കെ ഫോൺ വരുന്നതിന് മുമ്പ് തന്നെ കേരളം ഇക്കാര്യത്തിൽ സുസജ്ജമായിരുന്നു എന്നർത്ഥം. കേരളത്തിലെ പാവങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഫ്രീ ആയി കൊടുക്കാൻ കെ ഫോൺ എന്ന ഒരു കമ്പനി വരുന്നു എന്ന് കേട്ടപ്പോൾ കേരളത്തിലെ കേബിൾ ഓപ്പറേറ്റർമാരുടെ നേതാക്കൾ ശിവശങ്കരന്മാരെ പോയി കണ്ടു. പാവങ്ങൾക്ക് സൗജന്യമായി കണക്ഷൻ കൊടുക്കലാണ് പ്രധാന ഉദ്ദേശമെങ്കിൽ അത് കൊടുക്കാൻ ഞങ്ങൾ സഹായിക്കാം എന്നവർ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം അവർക്കതിന് കഴിയും. കാരണം അവർക്ക് മാത്രമേ കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ ഒപ്റ്റിക് ഫൈബർ ഉള്ളൂ. കെ ഫോൺ കമ്പനി ഇന്ന് ആകെ വലിച്ചത് 30,000 കിലോമീറ്റർ ഫൈബറാണ്. ആ കേബിൾ കൊണ്ടൊന്നും റിമോട്ട് ഏരിയയിൽ താമസിക്കുന്ന ഒരു പാവപ്പെട്ടവൻ്റെ വീട്ടിൽ കണക്ഷൻ കൊടുക്കാനാകില്ല. ലക്ഷക്കണക്കിന് കിലോമീറ്റർ കേബിൾ ഉണ്ടെങ്കിലേ വിദൂര ഏരിയയിൽ താമസിക്കുന്നവരുടെ വീട്ടിൽ കേബിൾ എത്തൂ. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളത് കേരളത്തിലെ ലോക്കൽ കേബിൾ ഓപ്പറേറ്റർമാർക്കും മാത്രമാണ്. പാവങ്ങൾക്ക് സൗജന്യമായി ഇൻ്റർനെറ്റ് കൊടുക്കാൻ സഹായിച്ചാൽ ഈ സർക്കാർ എന്താണ് അവർക്ക് പകരം ചെയ്ത് കൊടുക്കേണ്ടത്? അവർക്ക് KSEB പോസ്റ്റിലൂടെ കേബിൾ വലിക്കണം. അതിനുള്ള വാടക ഇപ്പോൾ അതിഭീമമാണ്, അത് കുറച്ച് കൊടുക്കണം എന്നവർ പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കോമ്പറ്റീഷൻ ഒഴിവാക്കലാണ്. കേരളത്തിലെ കേബിൾ ഓപ്പറേറ്റർമാരുടെ കമ്പനിയുടെ പേര് കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ലിമിറ്റഡ് എന്നാണ്. അവർ 2000-ഓളം പേർ മിനിമം 25,000 രൂപ വെച്ച് ഷെയർ എടുത്തുണ്ടാക്കിയ ഒരു കമ്പനിയാണത്. പൂർണ്ണമായും മലയാളികളായ തൊഴിലന്വേഷകരുടെ കമ്പനി. സർക്കാരിൻ്റെ ഒരു സഹായവുമില്ലാതെ സ്വയം ഉണ്ടാക്കിയ ഒരു കമ്പനിയാകുന്നു അത്.
ആ കമ്പനി സർക്കാരിൻ്റെ കമ്പനിയുമായി ഒരു കോമ്പറ്റീഷൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം, സർക്കാർ ഒരു കമ്പനി നടത്തിയാലും ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല. ഇനി വിജയിക്കണമെങ്കിൽ ഓരോ കെ-ഫോൺ ഓഫീസിലും മദ്യവിൽപ്പനയും ലോട്ടറി കച്ചവടവും ഉണ്ടാകണം. ഈ രണ്ട് കച്ചവടവും ഇല്ലെങ്കിൽ കെ-ഫോൺ എന്ന കമ്പനിയുടെ പേര് KFRTC എന്നായി മാറും. സർക്കാരിന് വിജയകരമായി ഒരു കമ്പനിയും നടത്താൻ അറിയില്ല എന്നതുകൊണ്ട് വിജയകരമായി ഇവിടെ നടന്നു വരുന്ന കമ്പനികളെ പൂട്ടിക്കാനുള്ള അവരുടെ കഴിവ് ഇല്ലാതാകുന്നില്ല. അതിൻ്റെ ഒരു ത്രില്ല് അനുഭവിച്ചവർക്കേ മനസ്സിലാകൂ. ഇതെല്ലാം മുൻകൂട്ടി കണ്ടാണ് പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർമാരുടെ നേതാക്കൾ ശിവശങ്കരന്മാരെ കണ്ടത്. എന്നാൽ ശിവശങ്കരന്മാർക്കെന്നും അവരുടെ കമ്മീഷൻ മാത്രമായിരുന്നു ഉന്നം. ദിവാകരൻ്റെ വീട്ടിൽ ഹോം തിയേറ്ററിൽ വെക്കാൻ വന്ന ശിവശങ്കറിന് ചുരുങ്ങിയത് 2 ലക്ഷം കമ്മീഷൻ കിട്ടുമായിരുന്നു. മരൻസിൻ്റെ വേവ് റിസീവർ, 9 സ്പീക്കറുകൾ എല്ലാം കൂടി ചുരുങ്ങിയത് ഒരു 2 ലക്ഷം രൂപ കമ്മീഷൻ. ദിവാകരൻ്റെ വീട്ടിലേക്കുള്ള ഹോം തിയേറ്റർ 10 ലക്ഷം രൂപയുടെ പദ്ധതിയാണെങ്കിൽ അതിൽ നിന്ന് 2 ലക്ഷം കമ്മീഷൻ കിട്ടുമെങ്കിൽ ഇവിടെ പദ്ധതി 1028 കോടിയാണ്. 2019 അനുവദിച്ച കണക്കാണത്. കമ്മീഷൻ 20% പോലും 200 കോടിക്ക് ഒരു കളിയില്ല. പദ്ധതി കൊണ്ടുവന്നവന് കോടികൾ, പദ്ധതി അംഗീകരിച്ചവന് കോടികൾ, പദ്ധതി നടപ്പാക്കുന്നവന് കോടികൾ, കുറച്ച് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഫ്രീ ഇൻ്റർനെറ്റ്. ഇതായിരുന്നു പ്രധാന ബുദ്ധി. അതായത് ഹ്യൂമൻ ഷീൽഡ് ഉണ്ടാക്കിയാണ്, പാവങ്ങൾ എന്ന ഒരു ഹ്യൂമൻ ഷീൽഡ് ഉണ്ടാക്കിയാണ് ഇതൊക്കെ സാധിച്ചെടുക്കുന്നത്. കെ-ഫോൺ പദ്ധതി 1028 കോടിയുടേതാണെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പദ്ധതി കൊണ്ടുവന്നവരും പാസ്സാക്കിയവരും അവർക്ക് വേണ്ട കമ്മീഷനെല്ലാം ആദ്യഘട്ടത്തിൽ എടുത്തു കഴിച്ചിട്ടുണ്ടാകണം. ഭാവിയിൽ കിട്ടാനുള്ളത് ഓരോ ഘട്ടങ്ങളിൽ അവർക്ക് കിട്ടുമായിരിക്കും. അവർ ഓൾറെഡി സേഫായി. ഇനി പണിയെടുക്കേണ്ടത് കമ്പനിയാണ്. ഫൈബർ ലേ ചെയ്യലാണ് പ്രധാന പണി. 30,000 കിലോമീറ്റർ ഫൈബർ ഓപ്റ്റിക് കേബിളുകൾ അവർ വലിച്ചു കഴിഞ്ഞു എന്നാണ് കമ്പനിയുടെ MD ശ്രീ സന്തോഷ് ബാബു പറഞ്ഞിട്ടുള്ളത്. KSEBയും ഈ കമ്പനിയിൽ പാർട്ണറാണ്. അവരുടെ 375 സബ്സ്റ്റേഷനുകളെ ഫൈബർ ഇട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ആ ഒപ്റ്റിക് ഫൈബറാണ് പ്രധാന ഇൻ്റർനെറ്റ് ഹൈവേ. ആ 375 സബ്സ്റ്റേഷനുകളാണ് കമ്പനിയുടെ പോയിൻ്റ് ഓഫ് പ്രസൻസ് അഥവാ POP. അവിടെ നിന്ന് വേണം നമ്മുടെ സർക്കാർ ഓഫീസുകളെ ഫൈബർ ഇട്ട് ബന്ധിപ്പിക്കാൻ. പാവങ്ങൾക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുക്കാനും അവിടെ നിന്ന് തന്നെ വേണം. ഭാരത് ഇലക്ട്രോണിക്സിനാണ് കെ-ഫോൺ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ മെയിൻ്റനൻസ് ചുമതല. MD പറയുന്നത് പ്രകാരം അവർക്ക് ആകെ ഒരു നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെൻ്ററാണുള്ളത്. നോക്ക് എന്ന് ചുരുക്കത്തിൽ പറയും. അവർ 90 ടീമായി കേരളം മുഴുവൻ റോന്ത് ചുറ്റുന്നുണ്ടത്രേ. ഓരോ ടീമിനും മാസം 4-5 കോടി ചിലവിന് കൊടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓരോ ടീമിലും 6 അംഗങ്ങളുണ്ട്. ഒരു വണ്ടി, ഒരു സ്പ്ലൈസിംഗ് മെഷീൻ, ഒരു OTDR, ഒരു നെറ്റ്വർക്ക് എക്സ്പെർട്ട്, അങ്ങനെയൊക്കെ ഒരു സെറ്റപ്പ്. കേബിൾ ഒരിടത്ത് മുറിഞ്ഞാൽ എവിടെയാണ് മുറിഞ്ഞതെന്ന സ്ഥലം കണ്ടെത്താൻ OTDR. സ്പ്ലൈസിംഗ് മെഷീൻ ഉപയോഗിച്ച് ടെക്നിക്കൽ എക്സ്പെർട്ട് കേബിൾ ജോയിൻ ചെയ്യും. പൊട്ടിയ കേബിൾ ജോയിൻ ചെയ്യും. 4 മണിക്കൂർ കൊണ്ട് മുറിഞ്ഞ കേബിൾ റെഡിയാക്കണമെന്നാണ് കരാർ. നെറ്റ്വർക്കുകളിൽ റെഡൻഡൻസി എന്ന ഒരു സംഭവമുണ്ട്. അതായത് ഒരു കേബിൾ മുറിഞ്ഞാൽ മുറിഞ്ഞ ഭാഗത്തിൻ്റെ അപ്പുറത്തേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലൂടെ സിഗ്നൽ ഓട്ടോമാറ്റിക്കായി വരുന്ന രീതി. ഈ സർവീസൊക്കെ കിട്ടാനായി മാസം 4 കോടി രൂപ ഒരു ടീമിന് കൊടുക്കണമെന്നാണ് MD പറഞ്ഞത്. ഇവിടെ MDക്ക് തെറ്റിയോ എന്ന ഒരു സംശയം എനിക്കുണ്ട്. ഒരു ടീമിന് മാസം 4 കോടിയാണെങ്കിൽ 90 ടീമിന് മൊത്തം 360 കോടിയാണ് മാസം കൊടുക്കേണ്ടി വരിക. എന്നാൽ 2019 കെ-ഫോണിൻ്റെ പദ്ധതി അംഗീകരിക്കുമ്പോൾ 1028 കോടി ക്യാപിറ്റലാണ്. കോർപ്പറേറ്റ് ഭാഷയിൽ പറഞ്ഞാൽ കാപ്പക്സ്. അത് കാപ്പക്സ് 1028 കോടി. അതിന് പുറമെ ഒരു വർഷം കമ്പനി ഓപ്പറേറ്റ് ചെയ്യാൻ 104 കോടിയാണ്. കോർപ്പറേറ്റ് ഭാഷയിൽ പറഞ്ഞാൽ ഓപ്പക്സ് 104 കോടി. ഈ ഓപ്പക്സ് 7 വർഷത്തേക്ക് ടെൻഡർ ചെയ്തപ്പോൾ 363 കോടിക്ക് കാര്യം നടന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ മൊത്തം 428 കോടിയാണ് ഓപ്പക്സ്. 363 കോടി പ്ലസ് ടാക്സ്. ഇങ്ങനെയാണ് കെ-ഫോൺ പദ്ധതി 1456 കോടിയുടെ പദ്ധതിയായി മാറുന്നത്. 1028 പ്ലസ് 428. അപ്പോൾ മാസം തോറും 4 കോടി കൊടുക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മിസ്റ്റർ MD അത് ശരിയാവുന്നത്? 7 വർഷത്തേക്ക് ഒരു ടീമിന് 4 കോടിയാണ് എങ്കിൽ ഈ കണക്ക് ശരിയാകും. എന്തായാലും അദ്ദേഹം പിന്നീട് എവിടെയെങ്കിലും വ്യക്തമാക്കും എന്ന് കരുതുന്നു. അപ്പോൾ പവനായി പറഞ്ഞതുപോലെ 375 POPകൾ, 90 ടീമുകൾ, നെറ്റ്വർക്ക് എക്സ്പെർട്ട്, OTDR എക്സ്പെർട്ട്, സ്പ്ലൈസിംഗ് മെഷീൻ എക്സ്പെർട്ട്, മലപ്പുറം കത്തി, അമ്പും വില്ലും. എന്നിട്ട് എന്താ മിസ്റ്റർ MD നിങ്ങൾക്ക് ഒരൊറ്റ പാവപ്പെട്ട കുടുംബത്തിനും ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുക്കാൻ പറ്റാത്തത്?
കേരള വിഷൻ കമ്പനിയല്ലേ നിങ്ങൾക്ക് വേണ്ടി കെ ഫോൺ കൊടുത്തത്? ഒരു കണക്ഷന് വെറും 133 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് നിങ്ങൾ കണക്ഷൻ കൊടുപ്പിച്ചു. അങ്ങനെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് നിങ്ങൾ ജൂൺ 5-ന് ഉദ്ഘാടനം നടത്തി. ലോക മഹാത്ഭുതം എന്നല്ലേ ദിവാകരന്മാർ തള്ളിമറിച്ചത്? റിമോട്ട് ഏരിയയിൽ താമസിക്കുന്ന പാവങ്ങൾക്ക് നേരിട്ട് ഇൻ്റർനെറ്റ് കൊടുക്കാൻ കെ ഫോണിന് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ഈ ചോദ്യത്തിന് ഉത്തരം നെറ്റ്വർക്കിംഗ് അറിയാവുന്ന എല്ലാവർക്കും അറിയാം. MDയുടെ ഭാഷയിൽ പറഞ്ഞാൽ എസിമെട്രി ഓഫ് ഇൻഫർമേഷൻ. ഞാനത് സിമ്മട്രിക്കൽ ആക്കാൻ ശ്രമിക്കാം. കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ കേബിളിലൂടെ ഇൻ്റർനെറ്റ് എത്തിക്കാൻ MD പറഞ്ഞതുപോലെ 90 ടീമൊന്നും പോരാ. കണ്ണല്ലാത്ത ഇടങ്ങളിൽ ചള്ളവണ്ടയിലും ഓണം കയറാമൂലയിലും വീട് വെച്ചവരാണ് ഈ പാവങ്ങൾ. അവരുടെ അടുത്ത് ഇൻ്റർനെറ്റ് എത്തണമെങ്കിൽ MD പറഞ്ഞതുപോലെ ഒരു നോക്കും പിന്നെ 90 ടീമും 30,000 കിലോമീറ്റർ ഫൈബർ കേബിളും പോരാ. ചുരുങ്ങിയത് 4-5 നോക്കും 1000-ഓളം ടീമും ലക്ഷക്കണക്കിന് കിലോമീറ്റർ കേബിളും വേണം. അതുള്ള ഏക നെറ്റ്വർക്ക് കേരളത്തിൽ കേരള വിഷൻ മാത്രമാണ്. അതുകൊണ്ടാണ് കെ ഫോൺ കണക്ഷൻ കെ ഫോണിൻ്റെ പേര് വെച്ച് ലോക്കൽ കേബിൾ ഓപ്പറേറ്റർ കൊടുത്തത്. കെ ഫോൺ കമ്പനിയുടെ OF കേബിൾ KSCBയുടെ ടവർ ലൈനിലൂടെ വന്ന് സബ്സ്റ്റേഷനിൽ വന്ന് അവിടെ അവസാനിക്കുകയാണ്. ഇതുകൂടാതെ കെ ഫോൺ കേബിൾ വലിച്ചിട്ടുള്ളത് സർക്കാർ ഓഫീസുകളിലേക്ക് മാത്രമാണ്. അതുകൊണ്ട് എങ്ങനെയാണ് പാവങ്ങളുടെ വീട്ടിൽ ഇൻ്റർനെറ്റ് എത്തുക? സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കേരള വിഷൻ കമ്പനി വെറും 133 രൂപ കെ ഫോൺ കമ്പനിയിൽ നിന്നും വാങ്ങിക്കൊണ്ട് പ്രാദേശിക ഓപ്പറേറ്ററെ ഉപയോഗിച്ച് പാവങ്ങൾക്ക് കണക്ഷൻ കൊടുത്തു. അതാണ് ജൂൺ 5-ന് നടന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, പാവങ്ങളുടെ പേരിൽ ശിവശങ്കരന്മാർ കൊണ്ടുവരുന്ന പദ്ധതിയിൽ നിന്ന് കമ്മീഷൻ എത്തേണ്ടിടത്തൊക്കെ എത്തിയിട്ടുണ്ടാകാം. എന്നാൽ പാവങ്ങൾക്കുള്ള കണക്ഷൻ എത്തേണ്ടിടത്ത് എത്തിയില്ല. അത് എത്തിച്ചത് കേരള വിഷൻ കമ്പനിയാണ്, കെ ഫോണല്ല. മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഇത് എഴുതിയില്ല? പരസ്യം തന്നവരെ വെറുപ്പിക്കാൻ മാധ്യമങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന കാര്യം എനിക്കറിയാം. അതുകൊണ്ട് മാത്രമല്ല മാധ്യമങ്ങൾ ഇത് അന്വേഷിക്കാത്തത്. മാധ്യമ പ്രവർത്തകരുടെ ടെക്നിക്കൽ സൈഡ് വീക്കായത് കൊണ്ടുകൂടിയാണ്. നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെൻറ്റർ, OTDR, റിഡൻഡൻസി, ഒപ്റ്റിക് ഫൈബർ, ഡാർക്ക് ഫൈബർ, ജിഗാബൈറ്റ്, ടെറാബൈറ്റ്, മോഡം ഇത്തരം വാക്കുകളുടെ അടുത്തേക്ക് അടുക്കാൻ അവർക്ക് പേടിയായതുകൊണ്ടാണ്. ചുരുക്കി പറഞ്ഞാൽ ശിവശങ്കരന്മാർ എല്ലായിടത്തുമുണ്ട്. അവർ കടക്കണിയിൽപ്പെട്ട ദിവാകരന്മാരോട് ഹോം തിയേറ്റർ വീട്ടിൽ ഉണ്ടാക്കാൻ ഉപദേശിക്കും. കുടുംബം നടത്തുന്ന ദിവാകരൻ ശിവശങ്കരനെ ഓടിക്കും. ഇതേ ദിവാകരൻ മുഖ്യമന്ത്രിയാണെങ്കിൽ കടത്തിനുമേൽ കടം കയറിയാലും ആ പദ്ധതി നടപ്പാക്കും. അപ്പോൾ കെ ഫോൺ നമുക്ക് വേണ്ടതല്ലേ എന്ന ഒരു ചോദ്യമുണ്ട്. അങ്ങനെ ചോദിച്ചാൽ വീട്ടിൽ ഒരു ഹോം തിയേറ്റർ ഉണ്ടാക്കുന്നത് നല്ലതല്ലേ എന്ന് ചോദിക്കുന്നത് പോലാണ്. ഉത്തരം നല്ലത് എന്ന് തന്നെ. എന്നാൽ ദിവാകരൻ കുടുംബനാഥനാണെങ്കിൽ, സാമ്പത്തിക സ്ഥിതി മോശമാണെങ്കിൽ അത് പിന്നീടാകട്ടെ എന്ന് വയ്ക്കും. ദിവാകരൻ രാജ്യനാഥനാണെങ്കിൽ ഉടനടി നടപ്പാക്കും. വേറൊന്നും പറയുന്നില്ല. കാട്ടിലെ പണം, തേവരുടെ ആന, വലിയടാ വലി. നന്ദി, നമസ്കാരം.